ഹസ്ബൻഡ് 2 പിള്ളേരെ കഴിഞ്ഞാൽ അറിയുന്നത് ഈ സ്ത്രീ കാണുന്ന എല്ലാവരുടെയും കൂടെ എല്ലാ ഇൻസ്റ്റയിലും വാട്സപ്പിലും വരുന്ന ഹായ് പറയുന്നവരോടെയും പോകുന്ന ഒരു സ്ത്രീ. അയാൾക്കാണെങ്കിൽ 2 കുട്ടികളായി കഴിഞ്ഞത് അറിയണേ. അപ്പോൾ അയാൾ പറയണത് എനിക്ക് എൻ്റെ ഭാര്യ വേണം, എൻ്റെ ഫാമിലി വേണം, ഒന്ന് ശരിയാക്കി തരുമെന്നാണ് ചോദിക്കണേ. അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാസ്റ്റ് ട്രോമയാണ്. ഒത്തിരി ട്രോമാറ്റിക് ലൈഫായിട്ട് അവർ റെബല്യസ് ആയി. അപ്പോൾ വ്യക്തികളുടെ പ്രോബ്ലം ആയിരിക്കില്ല പലപ്പോഴും. അവർക്ക് ചൈൽഡ്ഹുഡിലെ ട്രോമ, ചൈൽഡ്ഹുഡിലെ ഇമോഷണൽ അബ്യൂസ്, പേരൻസ് നോക്കാത്തത്, സെക്ഷുവൽ അബ്യൂസ് ഒക്കെ കൊണ്ടാണ് അവരിങ്ങനെ ആവണത്. ഒരു പരിധിവരെ ട്രീറ്റബിളാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിനകത്ത് അതുകൊണ്ടാണ് ഓപ്പൺ. അപ്പോൾ ഐഡിയലി ട്രസ്റ്റ് വരണം. ഒരു 2 വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കുന്ന ട്രസ്റ്റ് വേണം. സർജറികളോ ട്രോമകളോ റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ എല്ലാം ഉള്ളത്, ക്യാൻസർ എന്തായാലും തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പങ്കാളിയായിരിക്കും നല്ല പങ്കാളി. തുറന്ന് പറയാതെ നുണ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇത് കേട്ട ആക്സെപ്റ്റ് ചെയ്യാത്ത പങ്കാളി റൈറ്റ് ആയിരിക്കില്ല. കല്യാണം കഴിഞ്ഞാലും പിറ്റേ ദിവസം പിറ്റേ മിനിറ്റ് സംഭവിക്കാമല്ലോ, ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാമല്ലോ, ആളുടെ കാല് പോവാമല്ലോ. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്ത് സംഭവിച്ചാലും തുറന്ന്. അപ്പോൾ ട്രസ്റ്റ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പിന്നെന്തായിരിക്കും ഇമ്പോർട്ടൻ്റ്?